നമ്മളെ ചേട്ടാന്ന് വിളിച്ച് സംസാരിക്കുന്ന ഒരാൾ, എന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ഇന്നലകളിൽ സംസാരിച്ചിട്ടുള്ള ഒരാൾ പെട്ടെന്ന് വിളിച്ചിട്ട് നീ കണ്ടോടാ അഖിലേ, ഞാൻ പൈസ കൊടുക്കുന്നത് നീ കണ്ടോടാ എന്നും പറഞ്ഞ് സംസാരിച്ചപ്പോൾ റിപ്പീറ്റ് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നീ എന്നെയാണോ വിളിച്ചത് അതോ ഇനി നമ്പർ മാറി അച്ഛൻ്റെ ഫോണിലോട്ടാണോ വിളിച്ചതെന്ന് ചോദിച്ചതാണ്. നമ്മളെപ്പോഴും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളെ പുച്ഛിക്കാൻ പാടില്ല. അപ്പം ബിഗ് ബോസ് ഓഡിയൻസിനെ പുച്ഛിച്ചത് തൊപ്പിയാണ്. ഇപ്പോൾ തൊപ്പി എന്നോട് ചോദിച്ചു, അല്ലെങ്കിൽ എനിക്ക് കുറെ ട്രോള് കിട്ടിയെന്ന് പറയുന്ന സാധനമുണ്ട്. ഞാൻ തൊപ്പി ജിൻഡോയെ അനുകൂലിച്ച സമയത്ത് തെളിവ് എന്ത് ചെയ്യാൻ തൊപ്പി എന്നോട് ചോദിച്ചു. ഇതിനെന്താ തെളിവ്? ഇതിന് തെളിവൊന്നുമില്ല. ഇത് തെളിവ് വെച്ചിട്ട് സംസാരിക്കുന്ന കാര്യമല്ല. ഇപ്പോൾ അനുമോള് 16 ലക്ഷം കൊടുത്തെന്ന് പറയുന്നത് കേരളത്തിൽ ആരുടെയെങ്കിലും കൈ തെളിവുണ്ടോ? തൊപ്പിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഞാൻ തൊപ്പി പൈസ മേടിച്ചിട്ടാണ് ജിൻഡോയ്ക്ക് വോട്ട് ചെയ്തതെന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. നിനക്ക് എന്നോട് ഏത് വിഷയത്തിൽ സംസാരിക്കാൻ പറ്റുമെന്ന് നീ പറയുന്നത്? നീ ഈ കടന്ന് കാണിക്കുന്ന രീതിയിലുള്ള വിഷയങ്ങളാണോ ഞാൻ ഈ സംസാരിക്കുന്നത്? അപ്പോൾ ഉടനെ ഏത് വിഷയത്തിൽ ഞാൻ സംസാരിക്കാതെ അപ്പോൾ ഞാൻ കളിയാക്കി കൊണ്ട് പറയുന്നത്, എന്നാ പിന്നെ നീ റഷ്യ വിപ്ലവം സംസാരിക്കാം. പക്ഷേ സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞത് വന്നത് ആ രീതിക്കായിരുന്നു. ഞാൻ കളി പിന്നെ അല്ലാതെ ഇത് മറ്റേ പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം മിണ്ടരുന്നതിന് ശേഷം ഇനി ഭരിക്കാൻ പോകുന്നത് റഷ്യൻ വിപ്ലവത്തെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. ഇന്നലെ രാത്രിയില് അവൻ തന്നെ വന്നിട്ട് എന്ത് വിധി ഇത് വല്ലാത്ത ചതി, അത് അവൻ തന്നെ യൂട്യൂബിൽ ഇട്ട് കേൾപ്പിച്ചിട്ട് എനിക്ക് രാത്രിയിലെ മെസ്സേജ് വെച്ചു. അപ്പം ഭയങ്കര നന്മയുള്ളവരാണ്, അതാണ് എൻ്റെ സത്യം. ബിനു തൊപ്പിയെയും കൊണ്ട് ജിൻഡോയെയും കൊണ്ട് തൊപ്പിയെടുത്ത് പോയിട്ടുള്ള ഒരാളാണ്, ജിൻഡോയുടെ PR ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ പറയുന്ന ഒരാളെ വാക്കിന് നമ്മളവിടെ വില കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ വോട്ട് ചോദിച്ചത്. തൊപ്പിക്ക് മറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. തൊപ്പിയുടെ അവിടുത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ബിഗ് ബോസ് വിന്നറെ എക്സ്ക്ലൂസീവായിട്ട് തൊപ്പിയുടെ ലൈവിൽ കൊണ്ടുവരുമ്പോൾ തൊപ്പിക്കും റൂട്ടർ പ്ലാറ്റ്ഫോമും തമ്മിലുണ്ടാക്കിയ കോൺട്രാക്ട് അവർ പറഞ്ഞ 8 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് വിളിച്ചുകൊണ്ട് വന്നിരുത്തി ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഇവർക്കുള്ള റിട്ടേൺ എന്താണ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരു വർഷം എത്ര രൂപ ഇൻകം ടാക്സ് അടയ്ക്കണം? തൊപ്പി വലിയ മണ്ടത്തരം കാണിച്ചതാണ്. 2 ദിവസം ബിഗ് ബോസ് കാണാത്ത തൊപ്പി, അക്ബറിനെ അറിയത്തില്ലെന്ന് തൊപ്പി അക്ബറിന്റെ തന്നെ സ്വാഭാവികമായിട്ടും ബിഗ് ബോസിലുള്ള അക്ബറിനെ പോലൊരു മത്സരാർത്ഥിയെ തൊപ്പിക്ക് അറിയത്തില്ല. പക്ഷെ അവസാന സമയത്ത് വന്നിട്ട് അനീഷിന് വോട്ട് പിടിക്കുമ്പോൾ അത് ഒരു ശരിയായ രീതിയല്ല. കാര്യം ബിഗ് ബോസ് നടക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെയാണ്. അപ്പോൾ അതിനെ അട്ടിമറിക്കുന്നത് പോലെ ആയിപ്പോൾ.